കാർ കേടായി. നിങ്ങളുടെ കാറിന് വലിയ തകരാറുണ്ട്. ഞാൻ തൽക്കാലം എൻ്റെ ഫോൺ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തരാം. ആ ടൗൺ ഇവിടെ നിന്നും എത്ര ദൂരെയാണ്? എനിക്ക് 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തിയേ പറ്റൂ. ഈ സെന്റൻസുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു കോൺവെർസേഷനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വെൽക്കം ടു ഹന്നാസ് ഇംഗ്ലീഷ്. ശരത്, കിരൺ, ഈ 2 വ്യക്തികൾ തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആദ്യം ശരത് കിരണിനോട് ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? വൈ ആർ യു സ്റ്റാൻഡിങ് ഹിയർ? എങ്ങനെയാണ്? വൈ ആർ യു സ്റ്റാൻഡിങ് ഹിയർ? നീ എന്താ ഇവിടെ നിൽക്കുന്നത്? വൈ എന്ന ചോദ്യവാക്കിന് നമുക്കറിയാം എന്തുകൊണ്ട്, എന്തിന് എന്നൊക്കെയാണ് അർത്ഥം. സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിൽക്കുക. വൈ ആർ യു സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നീ എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിൽക്കുന്നത്. ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ. നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ കിരൺ മറുപടി പറയുകയാണ്, എൻ്റെ കാർ കേടായി, എനിക്ക് എൻജിൻ സ്റ്റാർട്ടാക്കാൻ പറ്റുന്നില്ല. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? എൻ്റെ കാർ കേടായി എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? മൈ കാർ ബ്രോക്ക് ഡൗൺ. എങ്ങനെയാണ്? മൈ കാർ ബ്രോക്ക് ഡൗൺ. എൻ്റെ കാറ് കേടായി, എനിക്ക് എൻജിൻ സ്റ്റാർട്ടാക്കാൻ പറ്റുന്നില്ല. എങ്ങനെ പറയാം? ഐ കാനോട്ട് സ്റ്റാർട്ട് ദി എൻജിൻ. ഐ കാനോട്ട് സ്റ്റാർട്ട് ദി എൻജിൻ. എനിക്ക് എൻജിൻ സ്റ്റാർട്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ശരത്ത് പറയുന്നു, ഞാനൊന്ന് നോക്കട്ടെ. എങ്ങനെ പറയാം? ലെറ്റ് മീ സീ. ലെറ്റ് മീ സീ. ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ കിരണേ താങ്ക് യു എന്ന് പറയുന്നു. എന്തിനാണ് നന്ദി പറയുന്നത്? ശരത്ത് പറഞ്ഞല്ലോ ഞാനൊന്ന് നോക്കട്ടെ, അതിനാണ് കിരണ് നന്ദി പറയുന്നത്, താങ്ക് യു എന്ന് പറയുന്നത്. പിന്നെ ശരത്ത് പറയുന്നു, നിങ്ങളുടെ കാറിന് വലിയ തകരാറുണ്ട്, നിങ്ങൾ ഒരു മെക്കാനിക്കിനെ വിളിക്കണം. എങ്ങനെ പറയാം? നിങ്ങളുടെ കാറിന് വലിയ തകരാറുണ്ട്. യുവർ കാർ ഈസ് ഇൻ സീരിയസ് ട്രബിൾ. എങ്ങനെയാണ്? യുവർ കാർ ഈസ് ഇൻ സീരിയസ് ട്രബിൾ. നിങ്ങളുടെ കാറിന് വലിയ തകരാറുണ്ട്, നിങ്ങളൊരു മെക്കാനിക്കിനെ വിളിക്കണം. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? യു ഷുഡ് കോൾ എ മെക്കാനിക്. യു ഷുഡ് കോൾ എ മെക്കാനിക്. നിങ്ങൾ ഒരു മെക്കാനിക്കിനെ വിളിക്കണം. ഒരു കാര്യം ചെയ്യണം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഷുഡ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. യു ഷുഡ് കോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിളിക്കണം എ മെക്കാനിക്, ഒരു മെക്കാനിക്കിനെ. അപ്പോൾ കിരൺ പറയുന്നു, എനിക്കറിയാം, പക്ഷേ എൻ്റെ ഫോൺ ഓഫാണ്. എനിക്കറിയാം. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ നോ. ഐ നോ. എനിക്കറിയാം. ബട്ട് മൈ ഫോൺ ഈസ് സ്വിച്ച്ഡ് ഓഫ്. എൻ്റെ ഫോണ് ഓഫാണ്. എനിക്കറിയാം, പക്ഷേ എൻ്റെ ഫോണ് ഓഫാണ്. അപ്പോൾ ശരത്ത് പറയുന്നു, ഞാൻ തൽക്കാലം എൻ്റെ ഫോണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തരാം. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ വിൽ ലെൻഡ് യു മൈ ഫോൺ. എങ്ങനെയാണ്? ഐ വിൽ ലെൻഡ് യു മൈ ഫോൺ. ഞാൻ തൽക്കാലം എൻ്റെ ഫോണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തരാം. ലെൻഡ് എന്ന വാക്കിനെ നമ്മൾ നമ്മുടെ വസ്തു താൽക്കാലികമായിട്ട് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നതിനാണ് ലെൻഡ് എന്ന് പറയുന്നത്. ഞാൻ തൽക്കാലം എൻ്റെ ഫോണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തരാം. ഐ വിൽ ലെൻഡ് യു മൈ ഫോൺ. അപ്പോൾ കിരൺ പറയുന്നു, നിങ്ങൾക്ക് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് വളരെയധികം നന്ദി. അതോടൊപ്പം തന്നെ കിരൺ ചോദിക്കുകയാണ്, എനിക്കൊരു ഉപകാരം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയോ? എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ക്യാൻ യു ഡു മീ എ ഫേവർ? ക്യാൻ യു ഡു മീ എ ഫേവർ? എനിക്കൊരു ഉപകാരം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയോ? അപ്പോൾ ശരത്ത് പറയുന്നു, തീർച്ചയായും, തീർച്ചയായും, ഓഫ് കോഴ്സ്, ഓഫ് കോഴ്സ്, തീർച്ചയായും. വീണ്ടും കിരൺ ചോദിക്കുന്നു, അടുത്ത ടൗണിലേക്ക് നിങ്ങൾ എനിക്കൊരു ലിഫ്റ്റ് തരുമോ? എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ക്യാൻ യു ഗിവ് മീ എ ലിഫ്റ്റ് ടു നെക്സ്റ്റ് ടൗൺ? എങ്ങനെയാണ്? ക്യാൻ യു ഗിവ് മീ എ ലിഫ്റ്റ് ടു നെക്സ്റ്റ് ടൗൺ? അടുത്ത ടൗണിലേക്ക് നിങ്ങൾ എനിക്കൊരു ലിഫ്റ്റ് തരുമോ? അപ്പോൾ ശരത്ത് ചോദിക്കുകയാണ്, ആ ടൗൺ ഇവിടെ നിന്നും എത്ര ദൂരെയാണ്? എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? ഹൗ ഫാർ ഈസ് ദാറ്റ് ടൗൺ ഫ്രം ഹിയർ? ഹൗ ഫാർ ഈസ് ദാറ്റ് ടൗൺ ഫ്രം ഹിയർ? ആ ടൗണ് ഇവിടെ നിന്നും എത്ര ദൂരെയാണ്? അപ്പോൾ കിരൺ പറയുകയാണ്, 20 കിലോമീറ്റർ, 20 കിലോമീറ്റേഴ്സ്. അതോടൊപ്പം തന്നെ കിരൺ പറയുന്നു, എനിക്ക് 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തിയേ പറ്റൂ. എങ്ങനെ പറയാം? ഐ മസ്റ്റ് ഗെറ്റ് ദെയർ ഇൻ ആൻ അവർ. എങ്ങനെയാണ്? ഐ മസ്റ്റ് ഗെറ്റ് ദെയർ ഇൻ ആൻ അവർ. എനിക്ക് 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തിയേ പറ്റൂ. ഗെറ്റ് എന്ന വാക്കിന് നമുക്കറിയാം കിട്ടുക, ലഭിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ ഗെറ്റ് ദെയർ എന്ന് പറഞ്ഞാൽ അവിടെ എത്തുക എന്നർത്ഥമാണ്. ഐ മസ്റ്റ് ഗെറ്റ് ദെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. ഇൻ ആൻ അവർ, 1 മണിക്കൂറിനുള്ളിൽ. അപ്പോൾ ശരത്ത് ചോദിക്കുന്നു, നിങ്ങൾക്ക് ധൃതിയുണ്ടോ? നിങ്ങൾക്ക് ധൃതിയുണ്ടോ? ആർ യു ഇൻ എ ഹറി? ആർ യു ഇൻ എ ഹറി? നിങ്ങൾക്ക് ധൃതിയുണ്ടോ? അപ്പോൾ കിരൺ പറയുന്നു, അതെ, എൻ്റെ കസിൻ്റെ വിവാഹ ചടങ്ങ് 10 മണിക്ക് തുടങ്ങും. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം?
മൈ കസിൻസ് വെഡ്ഡിങ് സെറിമണി വിൽ സ്റ്റാർട്ട് അറ്റ് 10. എങ്ങനെയാണ്? മൈ കസിൻസ് വെഡ്ഡിങ് സെറിമണി വിൽ സ്റ്റാർട്ട് അറ്റ് 10. എൻ്റെ കസിൻ്റെ വിവാഹ ചടങ്ങ് 10 മണിക്ക് തുടങ്ങും. വെഡ്ഡിങ് സെറിമണി എന്ന് പറഞ്ഞാൽ വിവാഹ ചടങ്ങ്. വിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങും. അറ്റ് 10 10 മണിക്ക്. അപ്പോൾ ശരത്ത് പറയുന്നു, കാറിൽ കയറൂ, ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടാക്കാം. കാറിൽ കയറൂ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഗെറ്റ് ഇൻ ദ കാർ. എങ്ങനെയാണ്? ഗെറ്റ് ഇൻ ദ കാർ. കാറിൽ കയറൂ. ഐ വിൽ ടേക്ക് യു ദയർ. ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടാക്കാം. ഐ വിൽ ടേക്ക് യു ദയർ. ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടാക്കാം. ഈ സംഭാഷണത്തിലെ സെൻറ്റൻസുകളെല്ലാം നന്നായി പഠിച്ച് സന്ദർഭമനുസരിച്ച് നിങ്ങളുടെ സംഭാഷണത്തിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ കോൺവെർസേഷൻ വീഡിയോകൾ നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.